നമുക്കൊന്നൊരു പാസ്തൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിയില, പിന്നെ കുറച്ച് ബ്രോക്കോളി, നിങ്ങളെടുത്തുള്ള ഏത് വെജിറ്റബിൾസ് എടുക്കാം. ഒരു ടൊമാറ്റോ പേസ്റ്റ് ചെയ്തത്, കുറച്ച് ബോൺലെസ് ചിക്കനിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ വേവിച്ച പാസ്ത. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബ്രോക്കോളിയും ക്യാപ്സിക്കാണ് എടുത്തത്. നിങ്ങൾക്ക് ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്യാൻ മറന്നു വരുന്നു. എന്നിട്ട് ഓയിൽ കുറവുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് പെപ്പർ പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള സോസസ്, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, പിന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക്, കുറച്ച് ഒറിഗാനോ കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒരു ഗ്രേവി ടെക്സ്ചറിലാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഒരു സ്പൂൺ ഗീയും കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് 2 സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാലോ അല്ലെങ്കിൽ മിൽക്ക് പൗഡറോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഒറിഗാനോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പാസ്തയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല സ്പൈസി ആൻഡ് ക്രീമി ആയിട്ട് ഉണ്ടാക്കിയൊരു പാസ്തയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.